അവൻ്റെ സ്നേഹം അഭിനയിച്ച് സ്നേഹവും വിഷവും കൂടെ കൂട്ടിക്കൊഴിച്ച് അവൾക്ക് കൊടുത്തു. ഒരു കൊടും ക്രൂര മനസ്സുള്ള ഒരുത്തൻ. അവനത് മാനിപ്പുലേറ്റ് ചെയ്ത വിധമാണ്. അവൾ മരിക്കുന്ന സമയത്തും ചേട്ടാ 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 എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ. ഭർത്താവിൻ്റെ വീട്ടിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതും കൊല്ലപ്പെടുന്നതുമായ സംഭവങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പ്രിവെൻറ്റ് ചെയ്യാൻ പോലീസിന് അതൊരു ശരിക്കും പറഞ്ഞാൽ കുടുംബ കോടതികൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ്. വേറൊരു ട്രെൻഡുണ്ട്. അതായത് ഇപ്പം ഭർത്തൃ വീടുകളിൽ നടക്കുന്നത് എല്ലാം ആത്മഹത്യയാണോ എന്നൊരു സംശയമുണ്ട്. അതിനകത്ത് ചില ഫൗൾ പ്ലേകൾ നടക്കുന്നില്ലേ? ചിലത് ഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് മർഡറാണ്. ചിലതല്ല, വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്ന, ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ അത്ര ഒരു സംഭവം ഓർക്കുന്നത്, ഞാൻ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP ആയിരിക്കുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തീരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഒരു ഡ്രൈവറിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവൾ ഒരു നാടൻ പെൺകുട്ടിയാണ്. അവിടെ ഇങ്ങനെ കളത്തരങ്ങളൊന്നും അറിയാത്ത, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത, ഈ ഭർത്താവിനെ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ അടുത്തുനിന്ന് അത് കണ്ട് പഠിച്ചു വന്ന ഒരു നാടൻ പെൺ. അവൾക്കിത് പുറത്തെ കളത്തരങ്ങളൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ കുറച്ചു കാലം ഇവർ സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു. ഇയാളുടെ സമ്പാദ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പൈസ പോലും കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടിയെ കെട്ടിച്ചയച്ചത്. അപ്പോൾ ഈ പെൺകുട്ടി രണ്ടുപേർക്കും ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ അവളുടെ ബന്ധുക്കൾക്കും അറിയാവുന്ന കാര്യം, ഈ പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. കാരണം എത്ര കഠിന സാഹചര്യം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തു പോകുന്ന ഒരു നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു അവൾ. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും ഈ പെൺകുട്ടിയുടെ മരണം, അത് അവൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് അവരറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് ഇവർക്ക് തീവ്രമായൊരാഗ്രഹം. അയാളൊരു നാടൻ പണിക്കാരനൊക്കെയാണ്, പ്രായമുള്ള മനുഷ്യനാണ്. എന്നെ കാണാൻ വന്നത്, ഒന്നകത്ത് കയറി ഇരുന്നതിന് ശേഷം അയാൾ ചെയ്തത്, പോക്കറ്റിൽ നിന്ന് ഒരു 150 രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, സാറേ ഇതാണ് കൈക്കൂലി, സാർ ഇത് എടുക്കണം, എന്നിട്ട് ഈ കേസ് അന്വേഷിക്കണം. ഞാനങ്ങ് വല്ലാതെ ഞെട്ടിപ്പോയി. ഇയാൾ എന്തൊരു ഒരു വിഡ്ഢിത്തരമാണ് ഈ വന്നിരുന്ന് കാണിക്കുന്നത്. DYSP ഓഫീസിൽ എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഞാൻ വീട്ടിലെ അലൂമിനിയം പാത്രവും സ്റ്റീൽ പാത്രവും കൊണ്ടുപോയി വിറ്റിട്ടാണ് ഈ പൈസ കണ്ടുപിടിച്ചത്. ഞാൻ ഇനിയും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും തരാം. അപ്പം ഞാൻ വിചാരിച്ച് ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൈക്കൂലി തരാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുകയാണ്. പക്ഷേ അയാളുടെ കണ്ണിലെ സങ്കടം, മകൾ മരിച്ച ഒരു മനുഷ്യൻ്റെ അതിയായ ദുഃഖം അയാളുടെ മുഖത്തില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ പുള്ളിയെ ഇറക്കി വിട്ടേനെ. പക്ഷേ ഇതൊരു ബോധമില്ലാത്ത, വിവരമില്ലാത്തൊരു പാവം മനുഷ്യൻ്റെ ഒരു നിവേദനമായിട്ട് തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ മുമ്പ് എൻ്റെ മകൾ മരിച്ചു. അവളെ കൊണ്ടുപോയ ഭർത്താവ് ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷേ പിന്നീട് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അവളോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഇത് കണ്ടപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അയാളെയും കൂടെ വിളിച്ചു വരുത്തി അവളെ അയാളുടെ അടുത്തേക്ക് ഞങ്ങൾ പറഞ്ഞയച്ചു. സാറേ അതൊരു വലിയ തെറ്റായിപ്പോയി. എന്തായാലും എനിക്കൊരു ഉപദേശം, സാറിന് മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പം കുട്ടികളാരെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിട്ട പെൺകുട്ടികൾ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മളവരെ സ്വീകരിക്കണം സാറേ, ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെയൊക്കെ പറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നമ്മൾ കെട്ടിച്ചുകൊണ്ട് പെൺപിള്ളേരൊക്കെ അവിടെ വളരെ സന്തോഷമായിട്ട് ജീവിക്കല്ലേ. അല്ല സാറേ, അങ്ങനെ എന്തെങ്കിലും വന്നാൽ. അപ്പോൾ അയാളുടെ അനുഭവങ്ങളുടെ ഒരു വലിയൊരു തീച്ചുളയിൽ നിന്ന് അയാൾ സംസാരിക്കുന്ന പോലെയാണ്. ഒരു അച്ഛൻ്റെ വികാരമൊക്കെ നമുക്കപ്പം മനസ്സിലാക്കാം. അപ്പോൾ ഇയാളെ കൊണ്ടുവന്നതിന് ഒരു പയ്യനുണ്ട്, എന്തൊരു രാഷ്ട്രീയ പ്രവർത്തന പറഞ്ഞു, ചേട്ടാ പതുക്കെ അവരോട് ഒന്നും പറയണ്ട, ഒരു കേസ് അന്വേഷിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ പൈസ എടുത്ത് വയ്ക്കുക, 2 ചായ വാങ്ങിച്ച് അവർക്ക് കൊടുത്തു, ബാക്കി കേട്ടു. ശരി. അപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഇവർ മുഖ്യമന്ത്രിക്കൊക്കെ അയച്ചതനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി തന്നതാണ്. ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. പത്തനംതിട്ട ആയതുകൊണ്ട് അത് എൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ടീമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചിൻ DCP വിനോദ് പിള്ള, ഒരു സൈനി എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ റൈറ്റർ സജീവൻ, പിന്നെ കരുനാഗപ്പള്ളിക്കാരനൊരാൾ, അങ്ങനെ 3-4 നല്ല ടീമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇത് ആലപ്പുഴ ജില്ലയുടെ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ വീട്ടിൽ ചെന്നു. ചിലപ്പോൾ ഇയാൾ പുറത്ത് അവിടെയാണ്.
വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കര കരച്ചിലൊക്കെയാണ്. സാറേ, ഞാനും അവളും കൂടെ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചതാണ് സാർ. എന്നെ മാത്രം ഒഴിവാക്കിയിട്ട് ദൈവം അവളെയും കൊണ്ട് പോയി. ഭയങ്കര അഭിനയം. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല സാറേ. എൻ്റെ എല്ലാം പോയി സാറേ. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, അത് കഴിഞ്ഞ് ഞാനും ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കുറച്ച് ഗിരിപ്രഭാഷണം, കുറച്ച് പ്രസംഗമൊക്കെ നടത്തി. ശരി, ഞങ്ങൾ നേരെ ഈ കേസ് സംഭവം നടന്ന സ്ഥലത്തെ ജൂറിസ്ഡിക്ഷനുള്ള സ്റ്റേഷനിൽ പോയി ഫയലെടുത്തു. ഫയലിനകത്തൊക്കെ ഇങ്ങനെ എഴുതി വരുന്നത് ഇയാളുടെ ഇങ്ങനത്തെ ഒരു ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു, മറ്റേ ആൾ മരിച്ചു. ആ രീതിയിൽ തന്നെയാണ് കേസ്, അങ്ങനെ തന്നെ പോയിരിക്കുകയാണ്. അപ്പം ഈ കാര്യം ഞങ്ങൾ അപ്പനോട് ഡിസ്കസ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, അതിനകത്ത് സാറേ ദയവായിട്ട് ഒന്നുകൂടെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഈ ഇവരെ ചികിത്സിച്ച ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ അന്ന് ഒരു കാര്യം ചെയ്തിരുന്നു, ഒരു സയൻറ്റിഫിക്കായിട്ട് അല്ലാണല്ലോ അവർ ചെയ്യണത്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ ആൾ ഹോസ്പിറ്റലിൽ വന്നപ്പം ഞാൻ ചോദിച്ചു, ഇയാൾ എങ്ങനെ രണ്ടുപേരെയും കൂടെ സ്ട്രെച്ചറിലാണ് കൊണ്ടുവന്നത്? അല്ല, ഇയാൾ നടന്നും ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നത്. രണ്ടുപേരും കൂടെ വിഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വിഷം കഴിച്ചതിൻ്റെ ഏറ്റക്കുറച്ചിലും ഉണ്ടാകും. 2, സ്റ്റൊമക്ക് വാഷ് ഞാൻ എടുത്തിരുന്നു, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാമെന്ന്. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ ഇതിനകത്ത് വളരെ ഓപ്പൺ മൈൻഡാണ്. എങ്ങോട്ട് പോകും ഈ കേസെന്നറിയാതെ. അങ്ങനെയാണല്ലോ നമ്മൾ കിട്ടുന്ന തെളിവുകളാണല്ലോ നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്ത് പോയി കൊണ്ടുവന്ന് പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം എടുത്ത് വായിച്ചിട്ട് പറഞ്ഞ്, ആഹാ, ഒരാളുടെ സ്റ്റൊമക്ക് വാഷിനകത്ത് ഫിറോഡാൻ്റെ അംശമേ ഇല്ല. ആ പെൺകുട്ടിയുടെ ഇതിനകത്താണ്, വയറ്റിലെ സ്റ്റൊമക്ക് വാഷിനകത്താണ് ഫിറോഡാൻ്റെ അംശമുള്ളത്, ഫിറോഡാനുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് ഒരാളിനെ മാത്രം? അപ്പോൾ എന്നോട് 2-3 സാധ്യതകളുണ്ട്. 1, കഴിക്കുന്നതായിട്ട് അഭിനയിച്ച് കാണും. 2, അയാൾ വായിൽ കയറ്റി ഛർദ്ദിച്ച് കാണും കഴിച്ച ഉടനെ. ഞാൻ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടപ്പം നമുക്കൊരു സസ്പിഷൻ തുടങ്ങി. നേരെ വന്നു, ഇയാളെ കണ്ടപ്പം ഇവൾ കിടക്കുന്ന കട്ടിലിൽ പോയിരിക്കുന്നു, കട്ടിലിൽ ഇരുന്ന് കരയുന്നു. പിന്നെ വീട്ടിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ശരി കാര്യങ്ങളൊക്കെ ഉള്ള, അപ്പോൾ ഇത് ഉണ്ടായ സംഭവം തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയാണ്. 1, 2 മക്കളില്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇനി ജീവിച്ച് മുമ്പോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി, നമുക്ക് ഒരുമിച്ചങ്ങ് മരിച്ചേക്കാം, നമുക്കിനി ജീവിതം വേണ്ട. അവൾക്ക് ആദ്യം ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വഴക്കിട്ട് പോയതിന് ശേഷം തിരിച്ചു വന്ന അവളോട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടവും സ്നേഹവുമായിരുന്നു സാർ. ഞങ്ങൾ എല്ലാ ദിവസവും പുറത്തു പോകും, ഞാൻ ഭക്ഷണം കൊണ്ടുവരും, അവൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് എന്നോട് ഭയങ്കരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെ ആയിരുന്നു. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ജീവിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, നമുക്ക് എങ്ങനെയാലും മരിക്കണം മോളെ എന്നും പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് അങ്ങനെ പറഞ്ഞ് അവൾ സമ്മതിച്ചു. സാറേ ഞാനും മരിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വലിയ പാത്രം, ആ പാത്രത്തിൽ അയാൾ വൈകുന്നേരം വാങ്ങിക്കൊണ്ട് വന്ന പൊറോട്ട, ബീഫ് കറി, അതിനകത്ത് ഞാൻ വിഷമിടുമ്പോൾ പിന്നെ വിഷമിട്ടതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചത് കഴിച്ചിട്ട് ഉടൻ തന്നെ ഞാനങ്ങ് ഛർദ്ദിച്ചു. അവളത് കഴിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു മയക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നേരം പറഞ്ഞ് ആൾ തലവേദന എടുക്കുന്നു, വയറുവേദന എടുക്കുന്നു പറഞ്ഞ് അവൾ ചരിഞ്ഞ് വീണു. അപ്പോഴത്തേക്ക് എനിക്ക് ബോധം പോയി സാർ. ഞാൻ അവിടെ തന്നെ ഛർദ്ദിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഇവളുടെ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. ഞാൻ അടുത്ത വീട്ടിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങളിങ്ങനെ വിഷം കഴിച്ചെന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാവരും കൂടെ ഓടി വന്നു. ഞങ്ങളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. ഇയാൾ നടന്നാണ് കയറിയത്. ഞാൻ ഒറ്റ ചോദ്യം, താൻ നടന്നാണോ അകത്ത് കയറിയെന്ന് ചോദിച്ചു. അതേന്നു. ഇവളോ? മരിച്ചുപോയ പെൺകുട്ടിയോ? അവളെ എടുത്താണ് കയറ്റിയത്. ശരി. അപ്പോൾ എനിക്ക് സംശയം കൂടി. കാരണം ഇവൻ്റെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്ന വിഷത്തിൻ്റെ അംശം കുറവാണെന്ന് മനസ്സിലായി. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇയാൾ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പം ഇവൻ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, നീ വായിൽ കൈയിട്ടല്ലേ ഛർദ്ദിച്ചതെന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, നീ വായിൽ കെട്ടാണ് ഛർദ്ദിച്ചത്.
അപ്പോൾ പറഞ്ഞ് ഛർദ്ദിച്ചപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് സ്ട്രെസ് ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഛർദ്ദിച്ചപ്പം ഞാനിങ്ങനെ വാ പൊത്തി പിടിച്ചു. ഞാൻ പറഞ്ഞതല്ല, സത്യം പറയാൻ പറഞ്ഞു സാറേ എനിക്ക് മരിക്കണമെന്ന് തോന്നി പെട്ടെന്ന്, ഞാൻ വായിക്കേട്ടാ ശ്രദ്ധിച്ചു. അപ്പോൾ പിന്നെ അവിടെ രക്ഷിക്കാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചു. അതിന് മറുപടിയില്ല. ഡോക്ടർ ഇപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇവൻ്റെ സ്റ്റൊമക്ക് വാഷിനകത്ത് ഫ്യൂറഡാനില്ല. 2, ഇവൻ കഴിച്ചപ്പോൾ തന്നെ വായിക്കായിട്ട് ഛർദ്ദിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി പതുക്കെ പോകുന്നത് ഇവൻ നോക്കിയിരിക്കുകയാണ് മരണത്തിലേക്ക്. അവൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവൻ അടുത്ത വീട്ടിൽ പോയി അവരെ വിളിച്ചത്. കാരണം ഭക്ഷണം കഴിച്ചത് 8 മണിയെടുത്ത്, ചെന്ന് വിളിച്ചിരിക്കുന്നത് 12-12:30 മണിയെടുത്താണ്. അപ്പോൾ അത്രയും സമയം ഈ വിഷം പതുക്കെ ഇതിനകത്തേക്ക് കയറാനും ഇവൾ തളർന്ന് വീഴാനും കുറച്ചു നേരം മോലാസിപ്പെട്ട് കിടക്കാനുമൊക്കെ ഇടയായി. അപ്പോൾ ഇവൾ മരിക്കുമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇവൻ അപ്പുറത്ത് പോയത്. പക്ഷേ ഒരു സീൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ അവനെ പിടിച്ച് നല്ല വിരട്ടി കഴിഞ്ഞപ്പോൾ അവൻ കഥ പറഞ്ഞു, ഇനി അവളുടെ കൂടെ ജീവിക്കേണ്ടത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അവളെ കൊന്നു കഴിഞ്ഞാൽ അത് ഞാൻ ജയിലിൽ പോകും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ വിഷം കൊടുത്തത്. പാത്രത്തിനകത്ത് അവളകത്തേക്ക് ഗ്ലാസ് എടുക്കാൻ പോയ സമയത്ത് അവളുടെ ഇറച്ചിയുടെ അകത്ത് ഞാൻ ശരിക്കും മിക്സ് ചെയ്ത് വെച്ചു. അതിനകത്തുനിന്ന് ഊർന്നു വരുന്ന ചിലത് മാത്രമേ എൻ്റെ അകത്തേക്ക് വരുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇവളെ കാണുക പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് ബാക്കി അവളെ കൊണ്ട് കഴിപ്പിച്ചു. വെള്ളം കുടിച്ചു. ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ വായി കേട്ട് ഛർദ്ദിച്ചു കളഞ്ഞു. നീ എന്തിനാണ് ഇതൊന്നും ചെയ്തതെന്ന് ചോദിച്ചു. അതവൻ പറയാനില്ല. അപ്പം ഞാൻ ഇവൻ്റെ 2-3 അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറച്ച് അകലെയുള്ള കൊല്ലത്തുള്ളൊരു പെൺകുട്ടിയുമായിട്ട് അവൻ കുറച്ചു കാലമായിട്ട് അടുപ്പത്തിലാണ്. അപ്പോൾ അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ സ്നേഹം അഭിനയിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് അവളെ വിഷം കൊടുത്തു കൊന്നു. നോക്കണം, അവൾ മരിക്കുന്ന സമയത്തും ചേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അവളുടെ മനസ്സിൽ അത്രമാത്രം സ്നേഹം പ്ലസ് വിഷവും കൂടെ കൂട്ടിച്ചേർത്ത് കൊടുത്ത ഒരു കൊടും ക്രൂര മനസ്സുള്ള ഒരുത്തൻ. അവനത് മാനിപ്പുലേറ്റ് ചെയ്ത വിധമാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടി, നാടൻ പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്നിരുത്തി, അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒറ്റ മകളെ കൊണ്ടുവന്നിരുത്തി അവൻ്റെ സ്നേഹം അഭിനയിച്ച് സ്നേഹവും വിഷവും കൂടെ കൂട്ടിക്കൊഴിച്ച് അവൾക്ക് കൊടുത്ത് അവളെ കൊന്നിട്ട് അവിടെ സംശയത്തിൻ്റെ ലേശം പോലും അവശേഷിപ്പിക്കാതെ അടുത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വലിയ വൃത്തികെട്ട മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ഉടമയാണ് അവനെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞ് അപ്പം തന്നെ ഇവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. കാരണം ഇവൻ രക്ഷപ്പെട്ട് പോരുന്നില്ല. ഇതിൻ്റെ റിപ്പോർട്ട് എഴുതി ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഇവനെ കൊണ്ടുപോയി ചോദിച്ചു. അതിനുശേഷം ആ റിപ്പോർട്ടിൻ്റെ കോപ്പി വാങ്ങിച്ചിട്ട് അവർ സ്റ്റേഷനിൽ നിന്ന് കേസ് ഫയൽ വാങ്ങി അവരതിൻ്റെ ബാക്കി നടപടികളൊക്കെ. അപ്പം ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി എറണാകുളത്തേക്ക് വന്നു. എൻ്റെ കൂട്ടത്തിലുള്ള ടീമിൻ്റെ വർക്കിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്തെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസും ഞങ്ങൾ അവലോകനം നടത്തിയത് കൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾക്ക് കേസിലേക്ക് എത്താൻ പറ്റിയത്. നല്ലൊരു അന്വേഷണമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും നല്ല ടീമൊക്കെയാണ്. ഞാൻ AC എറണാകുളം ആയിരിക്കുമ്പോൾ ഒരു ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഈ വയസ്സം വിളിക്കും. അപ്പോൾ ഈ എവിടെയോ കേട്ട ശബ്ദം പോലെ തോന്നി. പറഞ്ഞു, സാറേ വളരെ നന്ദി, ആ കേസിനകത്ത് എൻ്റെ മകളെ കൊന്നവനെ ജീവപര്യന്തം തടവനെ ഇന്ന് ശിക്ഷിച്ചു. അപ്പോൾ സാറിനോട് അതൊന്ന് പറയണം തോന്നി. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായാൽ സ്ത്രീകൾക്ക് വലിയ പ്രൊട്ടക്ഷനാണ്. അവിടെ ഒരു ഫോൺ കോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവരപ്പം തന്നെ വന്ന് ആരാണോ ആക്രമണകാരി അവരെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഇനി അവിടെ പ്രവേശിക്കാൻ പാടില്ലെന്നൊരു ഓർഡർ ഇടും. മക്കളെ ഉപദ്രവിക്കുകയാണെങ്കിലും ഭാര്യയെ ഉപദ്രവിക്കുകയാണെങ്കിലും തിരിച്ചാണെങ്കിലും അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്, വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഈ ആക്രമണകാരി ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് അവർക്ക് സ്വസ്ഥമായി സുഖമായി ജീവിക്കാനുള്ള ഒരു രീതി അവിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ഒരു രീതി നമുക്കിവിടെ വരണം. പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസിന് ഇതിനകത്ത് ഇടപെടാൻ ഒരു വിമുഖതയാണ്. നമ്മളതിനകത്ത് പ്രോ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കണം. ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നൊരു വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവൻ വീണ്ടും ഉപദ്രവിച്ചേക്കും എന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മളവിടെ ശക്തമായ നടപടി എടുത്തേ പറ്റൂ. ഇനി അവിടെ പ്രവേശിക്കേണ്ട, പുറത്തു പോയി അവരോട് സമാധാനമായിട്ട് താമസിക്കട്ടെ. ഇപ്പോൾ കുടുംബ കോടതികളൊക്കെ ഉത്തരവിടുന്നുണ്ട്, അവിടെ റെസ്ട്രിക്ഷൻ ചെയ്തുള്ള ഓർഡേഴ്സൊക്കെ ഇടുന്നുണ്ട്. തൽക്കാലം നമുക്കും പറയാം, നീ അവിടെ കയറണ്ട, നീ ഇവരോടെങ്കിലും പോയി താമസിക്കുക, അവർ സമാധാനമായിട്ട് താമസിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇവിടെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ഒരു പത്രത്തിൽ
6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു കത്ത് ഞാൻ വായിച്ചു. അവളെ സ്വന്തം അച്ഛനും രണ്ടാനമ്മയും കൂടെ അടിച്ചിട്ട് കവിള് മുഴുവൻ വീർത്തിരിക്കുന്നത് കണ്ട് അധ്യാപകർ ചോദിച്ചപ്പോഴാണ് അവളുടെ ബുക്കിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അപ്പനാണ് ഉപദ്രവിക്കുന്നത്. ഇപ്പം പഴയ കുറേ കേസിലെ പ്രതിയൊക്കെയാണ് അത്രേ. ഈ 6 വയസ്സുള്ള മക്കളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുന്നവനൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹനല്ലെന്നേ പറയാനുള്ളൂ. ഈ എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാൽ ബന്ധുക്കളെ അറിയിക്കുക, പോലീസ് സ്റ്റേഷൻ നമ്പർ വാങ്ങിച്ച് വയ്ക്കുക, വനിതാ സെല്ലിൻ്റെയും വനിതാ പോലീസ് സ്റ്റേഷൻ നമ്പർ വാങ്ങിച്ച് വയ്ക്കുക, ഏതെങ്കിലും പരിചയമുള്ള വക്കീലന്മാരുണ്ടെങ്കിൽ അവരുടെ നമ്പർ വാങ്ങിച്ച് വയ്ക്കുക, ഇവരെയൊക്കെ അറിയിക്കുക. കഴിയുന്നതും ഇതിനകത്ത് നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയി അവർ താമസിക്കാവൂ.